പ്രിൻസ് പറഞ്ഞിരുന്നു അല്ലേ? പിന്നെ സിനിമയിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് വന്നത്? ഈ കൂട്ടത്തിലൊരു മോഹൻദാസ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഒരാളുണ്ട്. എൻ്റെ ഒരു ചേട്ടനും കൂടെയൊക്കെയാണ്. ആളാണ് നായകനായിട്ട് നമ്മുടെ സമിതിയിലെ നാടകങ്ങളിലൊക്കെ ഹീറോ ആയിട്ടൊക്കെ അഭിനയിക്കുന്ന സുന്ദരനാണ്. ഐ.വി. ശശി സാറിനെ പോലെ ഇരിക്കും ചെറുപ്പത്തിൽ. അത് ശരി. സാറൊക്കെ ഉണ്ട് മേക്കപ്പ് മാനായി. പിന്നെ ഒത്തിരി പടങ്ങൾ ചെയ്തു. പത്മനാഭ സാറിൻ്റെ എല്ലാ പടങ്ങളും ചെയ്തു. ഓക്കെ മേക്കപ്പ് മാൻ മോഹൻദാസ് എനിക്കറിയാം. ആള് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സദാശിവം എന്നൊരു മേക്കപ്പ് മാൻ്റെ കൂടെയൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു വർക്കിന്. അതുകൊണ്ട് തന്നെ സിനിമയായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളൊരു ഇമേജ് ആൾക്ക് സമിതി എല്ലാവർക്കും ഭയങ്കര നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കും. സിനിമയിലൊക്കെ ഉള്ള ആളാണെന്നുള്ളൊരു. അപ്പം മോഹനെ ഒരിക്കലും ഇങ്ങനെ മെഡിക്കൽ കളയിലെ കടയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിനക്ക് ഒരു സിനിമയിലെ കൂടെ സഹകരിക്കാൻ താല്പര്യമുണ്ടോ, തയ്ക്കാനൊരാൾ ആവശ്യമുണ്ട്, പുതിയതായിട്ടൊരാൾ ലക്ഷ്മണൻ എന്ന് പറഞ്ഞൊരാൾ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുവാണ്, ഇരതേടുന്ന മനുഷ്യരാണ്, അത് ചൂതാട്ടം. അപ്പോൾ അതിനൊക്കെ തയ്ക്കാനായിട്ട് ഞാൻ ആദ്യം പോകുന്നത്. അങ്ങനെ ഞാൻ പിന്നെ രാത്രി നിന്ന് കടയിൽ ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഏർപ്പാട് ചെയ്തിട്ട് രാവിലെ അവിടെ പോയിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ ഓഫീസ്. അവിടെ പോയി ചൂതാട്ടം തയ്ച്ചൊക്കെ റെഡിയാക്കി കുറേ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്ത പടം ചൂതാട്ടം. വർക്ക് ചെയ്യുന്നത് അതിൽ നസീർ സാറൊക്കെ അല്ലേ അഭിനയിച്ചത്? നസീർ സാറ്, അച്ഛൻ കുഞ്ഞ്, ജയഭാരതി, സത്താർ. നസീർ സാറിൻ്റെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടോ? അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും. 2-3 സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. ആലപ്പി, അഷ്റഫ്, ആളുടെ ആദ്യത്തെ പടം വനിതാ പോലീസ്, അങ്ങനെയൊക്കെയുള്ള പടമൊക്കെ തയ്ച്ചിട്ടുണ്ട്. സാറൊന്നും സംസാരിക്കത്തൊന്നുമില്ല, എന്നാലും നമ്മൾ ചെന്ന് തിരുന്ന് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഒരുപാട് കൊതി തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ സ്വാക്ഷരമം കാലിൽ മൂടി പിടിച്ച് വലിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി ചെയ്യൂ ഇങ്ങനെയൊക്കെ അത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി മുടി പിടിച്ചു വരും. അത് ശരി, അത് കൊള്ളാം. ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു ധനുഷിൻ്റെ മനസ്സിൽ? കാരണം ഇതുപോലൊരു നടനാവണം. ആ കൊതി ഉണ്ടെങ്കിൽ തന്നെയും ഒരു തയ്യലിൽ ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി എന്നുള്ളൊരിതായിരുന്നു അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം. നമ്മൾ കുറേ കടകളിൽ ഒതുങ്ങി ഇരിക്കാനും പറ്റുന്നില്ല, നാടകവും കൊതിയുണ്ട്. അങ്ങനെ പോയാൽ കടയിൽ സ്ഥിരമായിട്ട് പണിയും കിട്ടത്തില്ല. അങ്ങനെ ഇത് ആദ്യമായിട്ട് ചെണപ്പടം നസീർ സാറിൻ്റെയൊക്കെ അടുത്ത് നിൽക്കാൻ പറ്റുക. അപ്പം നമ്മൾ തയ്ച്ചത് നമുക്ക് തന്നെ പുള്ളി ഇട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. അതങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേലായുധൻ ചേട്ടൻ്റെ കൂടെ പോയി മദ്രാസിലേക്ക് പോയി. കീഴില്ല പ്രേമഗീതങ്ങൾ, അപ്പോൾ പ്രേമനിവാസൊക്കെ അഭിനയിച്ച ആ പടത്തിനൊക്കെ മദ്രാസിൽ പോയി. കുറച്ച് നാളെ മദ്രാസിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിസ എന്ന് പറഞ്ഞ പടത്തിൽ വേലായുധൻ ചേട്ടൻ തന്നെ അഭിനയിക്കുക ഒരു ക്യാരക്ടർ. അത് ദുബായിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തത്. വേദൂർക്ക നായകനായിട്ട് പടം. അപ്പോൾ അതിന് വേലായുധൻ ചേട്ടനൊക്കെ അഭിനയം. അപ്പോഴും പോലാണ് എനിക്കും എന്നാൽ പിന്നെ എനിക്കും അഭിനയിക്കാമല്ലോ, വേലായുധൻ ചേട്ടൻ എന്നേക്കാൾ ഇത്തിരി കൂടെയല്ലേ ഉള്ളൂ. അങ്ങനെയായിരുന്നു കൂടുതൽ ആഗ്രഹമാണ്. പിന്നെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുകയാണ് ചെയ്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോസ്റ്റ്യൂം? ആദ്യത്തെ പടത്തിൽ തന്നെ അഭിനയിച്ചു സാർ. ആ പ്രൊഡ്യൂസറൊക്കെ എൻ്റെ നാടകം കണ്ടിട്ടുണ്ട്. അമച്ചർ നാടകമൊക്കെ നമ്മൾ കളിക്കുന്നത്, ഹിമോ എന്ന് പറയുന്ന നാടകം കളിക്കുന്ന ആൾ കണ്ടിട്ടുണ്ട്. ആ പുള്ളി പിന്നെ ഒരു ചെറിയ പപ്പുകേട്ടനായിട്ടൊരു ക്യാരക്ടർ തന്നു. മറ്റേ മൗസാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഡബ് ചെയ്യാനും എന്നെ തന്നെ വിളിച്ചു. അപ്പോൾ ഇവിടെ തരങ്കണി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് തുടങ്ങിയ സമയത്താണ് ഡബ്ബിങ്ങൊക്കെ അവിടെ തന്നെയായിരുന്നു. അങ്ങനത്തെ സെന്നെ വിളിപ്പിച്ച് അതിൽ തന്നെ ഡബ് ചെയ്തതൊക്കെ ആദ്യത്തെ പടം അത് തന്നെ. അപ്പോൾ ആദ്യം കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് വന്ന പടത്തിൽ തന്നെ അഭിനയിക്കുകയും ചെയ്തു. അത് പപ്പുവേട്ടൻ്റെ കോമ്പിനേഷനിൽ. അപ്പോൾ 2 ജോലിയും കൂടി ഒരുമിച്ച് തുടങ്ങിയത് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോസ്റ്റ്യൂമറായിട്ട് വർക്ക് ചെയ്ത പടം ഏതാണ്? അത് ഒരു 3-4 പടം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന് പറഞ്ഞൊരു പടം. ENC നായർ സാറൊക്കെ ക്യാമറാമാൻ ആയിരുന്ന സമയത്തൊരു പടം വടക്കം പറവൂർ ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ ആ പടം പിന്നെ തീർന്നില്ല, പകുതിയിലായിപ്പോയി. അങ്ങനെ പിന്നെ അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ചെയ്തത് ഇതാണ് ഷാജി സാറൊക്കെ ആയിരുന്നു ക്യാമറ ചെയ്ത പ്രിൻസിപ്പൽ ഒളിവിൽ. അതാണ് ഇൻഡിപെൻഡൻ്റ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് തിരുവനന്തപുരം ചുറ്റിപ്പറ്റിയുള്ള പടങ്ങളേ ഉള്ളൂ. മറ്റേ യൂണിയൻ പ്രശ്നം, കാർഡ്, അങ്ങോട്ട് പോകാൻ അറിയില്ല, അങ്ങനെ ചെയ്തു പോയിരുന്നു. അങ്ങനെ കുറേ ചെയ്ത് ഈ നമ്മുടെ പ്രാദേശികമായിട്ട് നടക്കുന്ന പടങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യുന്നതാവും. അപ്പം 2-3 ജോലിക്കാരും കൂടെ ഉണ്ടാവും. തീരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ള കാശ് പോലും കിട്ടത്തില്ല. അങ്ങനെ പല പ്രാവശ്യം ആയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇനി അങ്ങനെ വേണ്ട. അമ്മ ചെറിയ ചിട്ടി പിടിച്ച പൈസയ്ക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇവർക്ക് പിരിച്ചുവിടാനൊക്കെ പൈസ ഇല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതങ്ങ് മതിയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പത്മരാജ സാറിൻ്റെ പടം ചെയ്യാനായിട്ട് സുരേഷ് ഉണ്ണിത്താൻ വിളിക്കുന്നത്. അത് ഏതായിരുന്നു പടം?
നമുക്ക് പാർക്കാൻ മന്ദിരത്തോ. നമുക്ക് ഓർക്കാൻ പറ്റും. അത് ഇന്ദ്രൻസ് ആണ് അതിൻ്റെ. അതുപോലെ പിന്നെ സാറിൻ്റെ സാർ മരിക്കുന്നതിന് സാറിൻ്റെ എല്ലാ പടങ്ങളും ചെയ്യുമായിരുന്നു. ഞാനും മറ്റേ മോഹൻദാസ് അണ്ണായിരുന്നു മേക്കപ്പ്. അണ്ണനൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അതിൽ എന്നെ വിളിക്കുന്നത്. അപ്പോഴും മുതലാണ് ഇതിൻ്റെ ഒരു വിലയും അറിയുന്നുള്ളൂ. അതൊന്നും എനിക്ക് നമ്മുടെ ഉപജീവനത്തിനും അത് നല്ലതാണെന്ന് ബോധ്യമാവുന്നതൊക്കെ സാറിനോട് കൂടിയ ശേഷം തന്നെയാണ്.